കിഴതടിയൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ നിക്ഷേപകരുടെ കൂട്ടധർണ ജനുവരി 5 ശനിയാഴ്ച 10 മണി മുതൽ 12 മണി വരെ നടക്കും. കിസ്കോ ബാങ്ക് നിക്ഷേപ സംരക്ഷണ സമിതി എന്ന പേരിൽ നിക്ഷേപകർ സംഘടിച്ച് ജനുവരി 5 ശനിയാഴ്ച 10 മണി മുതൽ 12 മണി വരെ കിഴതടിയൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നു. പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ നിക്ഷേപകർക്ക് എത്ര തുക നിക്ഷേപം ഉണ്ടെങ്കിൽ പോലും പ്രതിമാസം 5000 രൂപ വീതം ആണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയായിട്ട് കൊടുത്തു വരുന്നത്. 5000 തന്നെ 2500 വീതം 2 ഗഡുവായിട്ടാണ് കൊടുക്കുന്നത്. അത് കക്ഷികൾ നേരിട്ട് വന്ന് എടുക്കേണ്ട സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ അവിടെ വളരെ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് പോലും അത്യാവശ്യ തുക പോലും തിരിച്ചു കൊടുക്കാതെ മിച്ചം വരുന്ന തുകകൾ അവരുടെ ഭരണസമിതിയും പ്രസിഡന്റും അവരുടെ താല്പര്യക്കാർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം 250 കോടിയോളം വായ്പ ഉള്ളതുകൊണ്ട് അതിൽ 70% ആൾക്കാരും വായ്പ കൃത്യമായിട്ട് തവണകൾ അടയ്ക്കുന്നതുകൊണ്ട് പ്രതിദിനം ഫണ്ട് എത്തുന്നുണ്ട്. ആ ഫണ്ട് ഈ ഒരു മാനദണ്ഡമില്ലാതെ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബോർഡിൽ തുടർന്നു വന്നിരുന്നവരുടെ നിഷ്ക്രിയത്വവും അവർ പാർശ്വവർത്തികൾക്ക് സ്വന്തമായിട്ടും ഒക്കെ വൻ തുകകൾ വായ്പ എടുത്തതിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് സിക്കാപ്പൻ തന്നെ ജോർജ് സിക്കാപ്പിന്റെ വ്യക്തിപരമായിട്ട് 2.25 കോടിയോളം കുടിശ്ശികയും അതുപോലെ കുടുംബാംഗങ്ങളുടേതായിട്ട് മൊത്തത്തിൽ 6.25 കോടിയോളം രൂപ ബാങ്കിന് അടയ്ക്കാനുള്ളതായിട്ടാണ് അറിയുന്നത്. അതുപോലെ തന്നെ വാർഡ് മെമ്പറായിരുന്ന തോട്ടുപുറം 10-12 കോടി കൂടുതൽ ബാധ്യത നിലനിൽക്കുന്നതായിട്ട് ഇതുപോലെയുള്ള പല ആളുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, വലിയ ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാന നേതാക്കൾ വലിയ കോടികൾ എടുത്ത് തിരിച്ചടയ്ക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട അത്യാവശ്യമാണ്. ഇന്ന് അങ്കമാലിയിൽ ഒരു സഹകരണ ബാങ്കിന്റെ ഭരണസമിതിക്കെതിരായിട്ടൊരു വിധി നമ്മൾ പത്രങ്ങളിൽ. വായ്പാ കുടിശ്ശിക ഈടാക്കാൻ നിയമ നടപടികൾ ഊർജിതമാക്കുക, നിക്ഷേപകർക്ക് തുക തിരികെ നൽകുവാൻ സഹകരണ വകുപ്പിന്റെയും സർക്കാരിന്റെയും സാമ്പത്തിക സഹായം ലഭ്യമാക്കുക, ബാങ്കിന്റെ പതനത്തിന് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ചെറുതും വലുതുമായ വായ്പകൾ കൈപ്പറ്റിയിട്ടുള്ളവരെ തിരിച്ചടയ്ക്കുവാൻ പ്രേരിപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നിക്ഷേപ സംരക്ഷണ സമിതി കോർഡിനേറ്റർ ജൂലിയസ് കണിപ്പള്ളിൽ, ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്ട്, പൗരാവകാശ സമിതി ജോയി കളരിക്കൽ, ടാക്സ് കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രത്തിൽ, ജോമോൻ പോൾ കുരുക്കൾ എന്നിവർ പങ്കെടുത്തു. i4u ന്യൂസ്, പാലാ.